തച്ചാമ്പറമ്പത്ത് പിതാവിൻ്റെ മൂത്ത സഹോദരിയായിട്ടുള്ള ജ്യോതി സിസ്റ്റർ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. അനീനച്ചൻ പിതാവായിട്ട് ഉയർത്തപ്പെടുമ്പോൾ ഒരു സഹോദരി എന്ന നിലയിൽ സിസ്റ്ററിന് തോന്നുന്ന ആ ഒരു സന്തോഷം നമുക്ക് സിസ്റ്ററിൽ നിന്ന് ചോദിച്ചറിയാം. സിസ്റ്റർ സ്വാഗതം. അനീനച്ചൻ പിതാവായിട്ട് ഉയർത്തപ്പെടുകയാണ്, എന്ത് തോന്നുന്നു ഈ ഒരു ഘട്ടത്തിൽ? അഞ്ചൻ ഞങ്ങൾ വിളിക്കുന്ന ഷിജു എന്നാണ്. ഷിജു പിതാവായിട്ട് ഉയർത്തപ്പെടുന്നു എന്ന് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. വളരെ ഒരു ആദ്യം തുടങ്ങിയ ഒരു ശാന്ത പ്രകൃതനായിരുന്നു, വീട്ടിലായിരുന്ന കാലം തുടങ്ങി. അപ്പോൾ ആ ശാന്തത ഇങ്ങനെ തുടർന്നോട്ട് പോന്നു. പിന്നെ ഒരു ഐക്യത്തിൻ്റെ അരൂപി അവൻ എപ്പോഴും ഉണ്ടായിരുന്നു. എല്ലാവരെയും കൊണ്ടൊരു കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു രീതി പണ്ട് വീട്ടിൽ തുടങ്ങി ഉണ്ടായിരുന്നതാണ്. എല്ലാവരുമായിട്ട് ഒത്തിരി വാചകടിച്ച് വർത്തമാനം പറഞ്ഞ് അങ്ങനെ നടക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നില്ല. എന്നാൽ വളരെ കറക്റ്റായിട്ടുള്ള സമയത്ത് കറക്റ്റായിട്ടുള്ള ഉത്തരം പറഞ്ഞ് അവിടെ ഒരു ശാന്തി അല്ലെങ്കിൽ സമാധാനം സൃഷ്ടിക്കുന്ന ഒരു അന്തരീക്ഷം എപ്പോഴും ഉണ്ടായിരുന്നു. എല്ലാ പ്രശ്നങ്ങളും എല്ലാം കേട്ടതിന് ശേഷം അവസാനം ഒരു ഉത്തരം പറയുന്ന, എല്ലാവരും പല ഉത്തരങ്ങളും പറഞ്ഞിട്ടുണ്ടാവും, ഒത്തിരി അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോഴെല്ലാം ആളും മിണ്ടാതിരിക്കും. അവസാനം വളരെ കറക്റ്റായിട്ടുള്ളൊരു ഉത്തരം പറയുകയും അവിടെ ഒരു വേറൊരു അന്തരീക്ഷമായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്യുന്നൊരു പല അവസരങ്ങളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് ആണ് ഇപ്പോഴും തുടരുന്നത്. ഞങ്ങൾ വേണമെങ്കിൽ അധികം അങ്ങനെ ഒത്തിരി അങ്ങനെ ഫോൺ വിളിച്ചോ അതല്ലെങ്കിൽ ദിവസമോ അല്ലെങ്കിൽ ആഴ്ചയിലോ മാസങ്ങളിലോ ഞങ്ങളൊക്കെ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒന്ന് സംസാരിക്കാറുള്ളൂ. പക്ഷേ അപ്പോൾ വളരെ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം വളരെ ചുരുക്കത്തിൽ ഈ 3-4 മാസം സംഭവിച്ചതെല്ലാം വളരെ 1-2-3 വാചകത്തിൽ ആൾ പറഞ്ഞ് അപ്പോഴെനിക്കും മനസ്സിലാവും, ഞാൻ പറയുന്ന ആൾക്കും മനസ്സിലാവും. അങ്ങനെ ഒരു രീതിയായിരുന്നു ആദ്യകാലങ്ങളിൽ തുടങ്ങിയുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു. എന്നാൽ എല്ലാ കാര്യങ്ങളും കുടുംബത്തിലെയും ബന്ധുക്കളുടെയും പേര് സഹിതം എല്ലാവരുടെയും അറിയുകയും കാര്യങ്ങളും എല്ലാം അറിയാം. എല്ലാവരും അഭിപ്രായം ചോദിക്കാറുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള വളരെ അരൂപി പ്രവർത്തിക്കുന്ന തരത്തിലുള്ളൊരു ഉത്തരവാണ് എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതിപ്പോഴും തുടരുന്നു. അത് കൂടുതൽ ധന്യമായിക്കൊണ്ടിരിക്കുന്നു, കൃപ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു, അരൂപി നിറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് അനുഭവത്തിൽ നിന്ന് ഇപ്പോൾ തോന്നുന്നത്. കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള ഒരു സമയമാണല്ലേ, പ്രത്യേകിച്ച് കൂടുതൽ ഉത്തരവാദിത്തത്തിലേക്ക് പിതാവ് വരുന്നത്. അതെ, അത് ഇറങ്ങി പ്രാർത്ഥിക്കുന്നുണ്ട്, ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു. എനിക്ക് 2 സഹോദരങ്ങളാണ് അച്ഛന്മാരായിട്ടുള്ളത്, ഒരു സഹോദരി സിസ്റ്ററും. ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചാണെങ്കിൽ തന്നെ ഒരു ചെയിൻ റോസറി ഉണ്ട്. ഞങ്ങൾ 4 പേരും കൂടെ ഒരു ചെയിൻ റോസറി ഉണ്ട്. അത് ഞങ്ങൾ എല്ലാ ദിവസവും ചെല്ലും. അങ്ങനെ തന്നെ ഒരു ബന്ധമുണ്ട്. പിന്നെ ഇപ്പം ഇതിങ്ങനെ ആയപ്പോഴേക്കും എൻ്റെ ഉള്ളിൽ തന്നെ തോന്നാറുണ്ട്, ഞാൻ ഇന്ന് വരെ പ്രാർത്ഥിച്ചതിൻ്റെ ഇരട്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നു, ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ആശംസകൾ സിസ്റ്റർ. പ്രത്യേകം പിതാവിൻ്റെ ശുശ്രൂഷകളെയും സിസ്റ്ററിൻ്റെ ശുശ്രൂഷകളെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.